താൻ അമ്മയെ കൊണ്ട് മേളി വിടും, അമ്മയെ കൊണ്ട് മേളി വിടും, അമ്മയെ കൊണ്ട് മേളി വിടും, താൻ അമ്മയെ കൊണ്ട് മോളിൽ വിടും. പറഞ്ഞു കേട്ടല്ലോ, അമ്മ എന്ന് വ്യക്തമായിട്ട് വിളിക്കുന്നുണ്ട്. അതാണ് ദിയ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി. കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണയുടെ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുള്ളൊരു വിഷയം തന്നെയായിരുന്നു. അതായത് സ്വന്തം അമ്മായിമ്മയെ അമ്മ എന്ന് വിളിക്കാൻ പുള്ളിക്കാരത്തേക്ക് പറ്റത്തില്ല. സ്വന്തം അമ്മയും അച്ഛനെ മാത്രമേ അങ്ങനെ വിളിക്കാൻ പറ്റൂ. ബാക്കിയുള്ളവരെ, അതായത് പ്രത്യേകിച്ച് വഴി കിടക്കുന്നവരെ ഒന്നും അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ഒരുപാട് ആൾക്കാർ ഈ ഒരു വിഷയം റിയാക്ട് ചെയ്ത്, ഞാൻ ഉൾപ്പെടെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും എല്ലാവരുടെ എതിർപ്പ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം ദിയ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ആസ്മി ക്വസ്റ്റ്യൻ ആയിരുന്നു ഇട്ടത്. അതിനകത്ത് ഒരു പുള്ളി ദിയടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് യു വാണ്ട് ടു സേ ടു ദി പീപ്പിൾ ഹൂ ഈസ് നെഗറ്റീവ് അബൌട്ട് യുവർ മദേഴ്സ് ഡേ വ്ളോഗ്. അതായത് മദേഴ്സ് ഡേയുടെ അന്നിട്ട വീഡിയോയെ കുറിച്ച് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അപ്പം ദിയ കൊടുത്തൊരു മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോണം. സം ഡേയ്സ് ഐ ഡു ചാരിറ്റീസ് ലൈക്ക് ദാറ്റ് ഫോർ മൈ ഫെല്ലോ യൂട്യൂബേഴ്സ്. ലെറ്റ് ദം മേക്ക് എ ലിറ്റിൽ മണി വിത്ത് മൈ ക്യൂട്ട് പിക്ചേഴ്സ് ആൻഡ് സ്റ്റോളൻ കോണ്ടന്റ്. അത് ശരി, ഞങ്ങളൊക്കെ കുറച്ച് എന്താ പറയണ്ടേ, ഇവരെ വെച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടായിക്കോട്ടെ. ഇപ്പം സായിയുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അരി വാങ്ങിക്കോട്ടെ. ഇവരെ വെച്ച് മാത്രമാണല്ലോ എല്ലാ യൂട്യൂബേഴ്സും കേരളത്തിൽ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ചിന്താഗതി ഈ പറയുന്ന ദിയയ്ക്കും അല്ലെങ്കിൽ ദിയയുടെ ഫാമിലിക്കും ഉണ്ടായിരിക്കും. ഇടയ്ക്ക് വെച്ചിട്ട് സിന്ധു കൃഷ്ണ പറഞ്ഞൊരു ഡയലോഗ് കണ്ടിട്ടില്ലായിരുന്നു, ഇവരുടെ അമ്മ തന്നെ. അതായത് നമ്മളെയൊക്കെ വളരെ അങ്ങ് പുച്ഛിച്ചുള്ള രീതിയിലായിരുന്നു അവരെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുടെയൊക്കെ പുച്ഛം ഉണ്ടല്ലോ, ഇതാണ് ഇവർക്കൊക്കെ ഏറ്റവും വലിയൊരു അടി. എന്തെങ്കിലും ഒരു കാലത്ത് ഇതിനൊക്കെയുള്ളൊരു മറുപടി കിട്ടും. പിന്നെ ദിയയ്ക്കൊരു വിചാരം കാണുമായിരിക്കും, ദിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ നിന്ന് പൈസ കിട്ടുമെന്ന്. അത് ദിയയുടെ തോന്നൽ മാത്രമാണ്. നിങ്ങൾക്ക് മേ ബി ഈ നാട്ടുകാരെ പറ്റിച്ചിട്ട് കുറേ ബോധമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് താഴെ വന്നിരുന്ന് ഇങ്ങനെ കമൻ്റ് ഇട്ട് ദിയെ എന്താ പറയണ്ടേ സ്വന്തം മകളെപ്പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ വിവരം കെട്ട കുറച്ച് ആൾക്കാർ. അവരെയൊക്കെ മേ ബി പറ്റിക്കാം. പക്ഷേ എന്താ പറയണ്ട, ബോധം വിവരമുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളും പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് ഈ ഒരു സാധനം ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. നിങ്ങൾക്ക് വായി തോന്നുന്നത് എന്തും വിളിച്ച് പറയാൻ പറ്റുമെങ്കിൽ നമുക്കതെടുത്ത് വെച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം ഇമ്മാതിരി വന്ന ഡയലോഗ് ഒന്നും പറയല്ലേ. ഇപ്പോൾ പാവപ്പെട്ട അശ്വിൻ്റെ അമ്മയെ വന്നിരുന്ന് അപമാനിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറയുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. ഇനി ദിയയുടെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കാണിക്കാം. അതായത് പുള്ളിക്കാരത്തിയുടെ പഴയ വീഡിയോസൊക്കെ ഞാൻ നോക്കിയ സമയത്ത് എത്ര വെട്ടമാണ് ഇവർ മീനാമ്മ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരുടെ മുഖത്ത് തന്നെ നോക്കി വിളിക്കുന്നത്. ഞാനിവിടെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഉള്ളൊരു വ്ളോഗ് ഇവിടെ വയ്ക്കാം. എൻ്റെ അച്ഛൻ മീനമ്മയ്ക്കായിട്ട് കൊടുത്തു വിട്ടിരുന്ന ഡ്രൈ ഫിഗ്, ഡേറ്റ്സ്, ആൽമണ്ട്സ് ഒക്കെ ഉണ്ട്. അച്ഛൻ ദുബായി പോയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ എന്നെ വീട്ടിൽ പാത്രത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ചോക്ലേറ്റ്സ് ഞാനോ അശ്വിനോ മീനമ്മ, അശ്വിൻ്റെ അച്ഛൻ ആരും കഴിക്കാറില്ല വലുതായിട്ട്. അതുകൊണ്ട് അത് വെച്ചില്ല. ഞാൻ തന്നെയാണ് അത് വേണ്ടാന്ന് പറഞ്ഞത്. കേട്ടല്ലോ, മീനമ്മ എന്ന് വിളിക്കാൻ നിങ്ങൾ കേട്ടല്ലേ. ഇങ്ങനൊക്കെ വിളിക്കാൻ പറ്റും. അത് നിങ്ങൾ ആലോചിച്ചോണം. മദേഴ്സ് ഡേയുടെ അന്ന് തന്നെയാണ് ഈ പുള്ളിക്കാരത്തി വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇതാ ഞാൻ പറഞ്ഞത്, യാതൊരുവിധ നിലപാടും ഇല്ല, എന്താണ് സംസാരിക്കുന്നതെന്നുള്ളൊരു ബോധവുമില്ല. അങ്ങനെയുള്ള വ്യക്തികളാണ് ഇവരെല്ലാം. കാര്യം ഇത്തിരിയെങ്കിലും എന്തോ പറയണ്ട ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടുള്ളത് അഹാനയുടെ കേസിലാണ്. അഹാന പിന്നെയും ഇങ്ങനെയുള്ള വിവാദങ്ങളോ ഇങ്ങനെയുള്ള അപരാധങ്ങളോ ഒന്നും വന്ന് സംസാരിക്കാറില്ല. പക്ഷെ ദിയെ സംബന്ധിച്ച് അങ്ങനെയല്ല, അങ്ങ് പുച്ഛഭാവമാണ്. എല്ലാവരുടെ അടുത്തും അങ്ങ് പുച്ഛമാണ്. ഇതിനകത്ത് നിന്ന് വന്നിട്ട് അമ്മ എന്ന് വിളിക്കുന്നതിനകത്ത് പ്രശ്നമില്ല. അവിടെ മറ്റേ വീഡിയോയ്ക്കകത്ത് വഴി കണ്ടവരെയൊന്നും അമ്മയെന്ന് ഞാൻ വിളിക്കത്തില്ല, അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ വിളിക്കേണ്ട രണ്ടുപേരെ എൻ്റെ വീട്ടിലുണ്ട് എന്നാണ് പറയുന്നത്. കവറിലാക്കി മീനമ്മയ്ക്ക് കൊടുക്കാം. അച്ഛൻ തരാൻ പറഞ്ഞത് ഫിഗ്, ഡേറ്റ്സ്, ബദാം. അച്ഛൻ ദുബായ് എന്ന് പറഞ്ഞു. അതാ പാത്രത്തിൽ വെച്ച് തന്നെയാ തന്നെ. വേറെ മറ്റേ കവർന്നൊക്കെ പൊട്ടിച്ചു. അപ്പം ഇങ്ങനെ വെച്ചിരുന്നു. ഫിഗ് ഫ്രിഡ്ജിൽ വെച്ചു, വെളി വെച്ചാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ അച്ഛൻ. സോ അശ്വിൻ വർക്കൊക്കെ ആയിട്ട് ഇതേ കണ്ടിന്യൂ ആയി. മീനമ്മ ഇറങ്ങാറായി. ഇത് കുറച്ചിനി അച്ഛന് കൊണ്ട് കൊടുക്കണം മുറുക്ക്. മീനമ്മ ഇറങ്ങാറായി. പിന്നെ മീനമ്മ അവിടെ എങ്ങും ഞാൻ ആൻറ്റി എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഞാൻ എങ്ങും കണ്ടില്ല. ഇവരുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, ദിയയുടെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോയ്ക്കൊക്കെ ശേഷം. അതായത് ദിയ ആ ഒരു മദേഴ്സ് ഡേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നത്തെ വീഡിയോയിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടുകൊണ്ടാണ് ആ ഒരു രീതിയിൽ സംസാരിച്ചിരുന്നത്. അതായത് വളരെ പുച്ഛത്തോടെ കൂടി സംസാരിച്ചിരുന്നത്. നിങ്ങൾക്കൊക്കെ ജനിച്ചപ്പോഴേ ആ ഒരു പുച്ഛഭാവം ആ ഒരു ഫേസിലുണ്ട്. അതൊന്നും ഇനി മാറാൻ പോകുന്നില്ല. ബാക്കി ഞാനും കഴിച്ചു തീർക്കും. എന്നിട്ട് അതിൻ്റെ റെസിപ്പി നമുക്ക് കൊണ്ടുവരാം അല്ലേ സൂൺ. യെസ്. താൻ
അമ്മയെ കൊണ്ട് മേളി വിടും. ഇറക്കം വരാം. അതുകൊണ്ട് സ്കൂട്ടർ മേളി പാർക്ക് ചെയ്ത് തൻ്റെ സ്കൂട്ടർ മേളി കൊണ്ട് വിടും. ഓക്കേ, താൻ അമ്മയെ കൊണ്ട് മുകളിൽ വിടും. പറഞ്ഞു കേട്ടല്ലോ, അമ്മ എന്ന് വ്യക്തമായിട്ട് വിളിക്കുന്നുണ്ട്. എന്തേ അല്ലെങ്കിൽ ആൻറ്റി എന്ന് വിളിച്ചില്ല, ഇത്രയൊക്കെ ഉള്ളൂ. മനസ്സിലായില്ലേ? ഓരോന്നൊക്കെ പണ്ടിട്ട വീഡിയോസ് എല്ലാം പൊങ്ങി വരുമെന്നുള്ളൊരു ബോധം നിങ്ങൾക്കൊക്കെ ഉണ്ടായ വളരെ നന്നായിരിക്കും. വന്നിരുന്ന് ആൾക്കാരുടെയൊക്കെ പുച്ഛിച്ചുള്ള രീതിയിലുള്ളൊരു സംസാരം കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം ആലോചിക്ക്. പണ്ട് പറഞ്ഞ പല കാര്യങ്ങളും എടുത്തു വെച്ച് തന്നെ ഓരോരുത്തർ ഇതേപോലെ ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ആരാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ നിന്നൊക്കെ കാശ് ഉണ്ടാക്കുന്നതെന്ന്. മനസ്സിലായോ? ആ അമ്മയെ വെച്ചിട്ട് തന്നെ ഇവർ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട്. മീനാമ്മ റെസിപ്പി എന്നും പറഞ്ഞിട്ടിട്ടുണ്ട്, മീനാമ്മയുടെ മറ്റേ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, എന്തെല്ലാം ഉണ്ടെന്നറിയോ. ഇനി ഒരു മൂക്കുത്തിയുടെ ഒരു വീഡിയോ ഉണ്ട്, അതും കൂടെ കാണിക്കാം. അയ്യോ എനിക്ക് പിന്നെ എന്തെങ്കിലും മതി. അയ്യോ ഓസി ആ ഒരു റിംഗ് അല്ലാതെ ഞാൻ മൂക്കൂത്തി ഇടുന്നെങ്കിൽ 15 ജന്മം കൂടെ ജനിക്കണം. ഈ നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടോ? ഈ സ്ത്രീ എന്നെ കൊന്നിട്ടുണ്ട്. മൂക്കുത്തിയിടോ ഞാൻ ഡയമണ്ട് വാങ്ങിച്ചോ രണ്ടെണ്ണം വാങ്ങിച്ചു തരും. പക്ഷെ ഓസിയുടെ ഒരു ഡയമണ്ട് കമ്മൽ ഓസി ഇടത്തില്ല. അല്ല, ഓട്ടിച്ചു വിടും. മൂക്കൂത്തിന്നെങ്ങാനും പറഞ്ഞ മൂക്കുത്തിട്ട് നല്ല ഭംഗിയായിരിക്കും. എനിക്ക് ഇഷ്ടമല്ല. അശ്വിൻ പണ്ടെടുത്ത് പറഞ്ഞോട്ട് ഇപ്പൊ അശ്വിന്റെ മൂക്കൂത്തിയിടുന്ന പെണ്ണുങ്ങളെ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു വീർപ്പിച്ചു. ഞാൻ പ്രിയായിട്ടും പറഞ്ഞു, നീ മൂക്കുത്തിയാണെങ്കിൽ അങ്ങനത്തെ ഡയമണ്ട് തന്നെ വാങ്ങിത്തരാം. ചേച്ചിക്ക് മേടിച്ചു കൊടുക്കും. പ്രിയക്ക് മൂക്കുത്തിയില്ലേ? ഇല്ല, അതും കുത്തത്തില്ല. പ്രിയ ചേച്ചി കുത്തുമെങ്കിൽ മീനമ്മ മേടിച്ചു തരുന്നതായിരിക്കും. ഞാനിടില്ല. അവിടെയും മീനമ്മ കണ്ടല്ലോ, എത്ര വെട്ടമാണ്, എത്ര വീഡിയോസിനകത്താണ് ഇവരിത് റിപ്പീറ്റഡ്ലി സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടന്മാരാക്കാനായിട്ട് ശ്രമിക്കുന്നത്? ഇവരൊക്കെ തന്നെയാണ്. മനസ്സിലായ? അതായത് ഇവർക്ക് എന്താ പറയണ്ടേ, അമ്മ എന്ന് പോലും ഇവർക്ക് വിളിക്കാനായിട്ട് വയ്യ, നാണക്കേട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബഹുമാനം കൊടുക്കുന്നതാണ്. അമ്മ എന്ന് പറയുന്നത് പ്രസവിച്ചുകൊണ്ട് മാത്രം ഒരാളുടെ അമ്മയാവണമെന്നില്ല. പ്രായം ചെന്ന നമ്മളെക്കാട്ടി മുതിർന്ന എത്രയോ സ്ത്രീകളുണ്ട്, അവരെ കാണുമ്പോൾ നമ്മൾ അമ്മ എന്നാണ് സംബോധന ചെയ്യുന്നത്. പരിചയമില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ പ്രായമായ വ്യക്തികളെ അങ്ങനെയാണ് വിളിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിലായ? ഇതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധം ദിയയ്ക്കില്ലാത്തത് നമ്മുടെ ആരുടെയും കയ്യിൽ തെറ്റല്ല. ആദ്യമേ ആ അഹങ്കാരവും അതൊക്കെ അങ്ങ് ഇറക്കി വെക്കി തറയിലോട്ട് വാ. നിങ്ങളെ ഒരു വിഷയത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേ, നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് പൈസ അടിച്ചുകൊണ്ട് പോയൊരു വിഷയം. അന്നേ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 60 ലക്ഷം രൂപ എഴുതി തള്ളാൻ കാണിച്ച ആ ഒരു മനസ്സ് നിങ്ങൾ ആരും കാണാതെ പോകരുത് എന്ന്. ഇവരെ സംബന്ധിച്ച് ഇത്രയും അൾട്രാ പുച്ഛവും ഇത്രയും ഇതൊക്കെ ആയിട്ട് നടക്കുന്ന വ്യക്തികൾ എങ്ങനെ ആ പൈസ എഴുതി തള്ളി എന്നുള്ളൊരു ചോദ്യം അന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു വിഷയത്തിൽ നമ്മളെല്ലാവരും അവരെ സപ്പോർട്ടാണ് ചെയ്തത്. അല്ലാതെ നമ്മളാരും അവരെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്താനോ എടുക്കാനോ ഒന്നും നിന്നിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നെ ഇവർ കാണിക്കുന്ന ഇവരുടെ ഈ അഹങ്കാരമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പം തന്നെ കണ്ടില്ല അവർ ആ പോസ്റ്റ് ഇട്ടേക്കുന്നത്. അതായത് കുറച്ച് പൈസ അവർ ഇടയ്ക്കൊക്കെ ചാരിറ്റി ചെയ്യാറുള്ളതാണ്. കുറച്ച് പൈസയൊക്കെ യൂട്യൂബേഴ്സ് കിട്ടിക്കോട്ടെ, അങ്ങ് പുച്ഛിക്കുവാണ്. മനസ്സിലായില്ലേ? ഇവരുടെ അവതാരത്തിലെങ്ങാണ്ടാണ് നമ്മൾ ജീവിക്കുന്ന കണക്കാണ് ഈ സ്ത്രീ വന്നിട്ട് സംസാരിക്കുന്നത്. ഇവർക്ക് എന്തും പറയാം. ഇവരുടെയാണ് ഈ പറയുന്ന യൂട്യൂബ് ഉൾപ്പെടെ എന്നുള്ള രീതിയിലാണ് ഇവരുടെ സംസാരം. ഒരുപാട് വ്ളോഗിൽ ഇവർ ഈ മീനാമ്മ തന്നെയാണ് ഒരു പലവട്ടം സംസാരിച്ചിരിക്കുന്നത്. ഞാൻ ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാം. ഞാൻ സത്യം പറഞ്ഞാൽ ഉറക്കത്തിൽ ഇങ്ങനെ എണീച്ചതേ ഉള്ളൂ. ചെറിയ ഹെഡേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ഷെഫ് മീനമ്മ. അവിടെയും മീനമ്മ. കേട്ടോണം, ഒരു വട്ടമല്ല ഇവരിത് റിപ്പീറ്റഡ്ലി, ഇവർ മിക്ക വീഡിയോസിലും ഇത് റിപ്പീറ്റഡ്ലി ഇവർ വിളിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് വന്നിരുന്നിട്ട് ഡയലോഗ് അടിക്കുന്നത്. അതും വെറും കൈയോടെയല്ല വന്നേ, കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ കറക്റ്റായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഡ്ഡലി മുറുക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. മുറുക്ക് ഞാൻ കുറേ ചോദിച്ചു, അങ്ങനെ കിട്ടി. എനിക്ക് മുറുക്ക് കഴിക്കാൻ കൊതിയായിട്ട് വയ്യായിരുന്നു. അശ്വിൻ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കൂ പ്ലീസ്. എന്തെല്ലാം ഉണ്ടെന്ന് പറ. ഇത് ആക്ച്വലി പണ്ടത്തെ വ്ളോഗാണ്. പുള്ളിക്കാരത്തി എന്തുമാത്രം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നുണ്ടോ, അതൊക്കെ സ്നേഹം കൊണ്ട് ചെയ്യുന്നൊരു സാധനമാണ്. മനസ്സിലായ? ആ ഒരു റെസ്പെക്റ്റ് എങ്കിലും തിരിച്ച് കാണിച്ചാൽ വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചുമ്മാതെ അൾട്രാ പുച്ഛമായിട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതായത് സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെന്ന് ആലോചിക്കണം. ആ അമ്മ ഇല്ലെങ്കിൽ ആ ഒരു ഭർത്താവ് എന്ന് പറയുന്നൊരു വ്യക്തിയെ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടത്തില്ല. അതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തയില്ല. അശ്വിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് അതിലും വലിയ സങ്കടം. അശ്വിനൊന്നും പ്രതികരിക്കാനില്ല. അശ്വിനെല്ലാം മിണ്ടാതെ ബാക്ക് സീറ്റും കയറി ഇങ്ങനെ അങ്ങ് ഇരിപ്പുണ്ട്. അത് കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് അതിലും വലിയ സങ്കടം. ദിയയുടെ വീഡിയോ കാട്ടി നമുക്ക് എല്ലാവർക്കും തോന്നുന്നൊരു സങ്കടം അതാണ്. അത് മാത്രമല്ല, പുള്ളിക്കാരത്തിയുടെ 10-20,000 സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലിട്ടൊരു സ്റ്റോറി ഉണ്ടല്ലോ, അതായത് അവർ എങ്ങനെയൊക്കെ ജീവിച്ച് പോട്ടെ, കുറച്ച് പൈസ കിട്ടിക്കോട്ടെ, ഞാൻ ഇടയ്ക്കൊക്കെ ചാരിറ്റി ചെയ്യാമെന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ. അങ്ങനെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ 20,000 സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങിപ്പോയി. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആ 20,000 പേര് എന്തിനാണ് ഇറങ്ങിപ്പോയത്?
നിങ്ങളോട് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് ആദ്യം സ്വന്തമായിട്ട് ചിന്തിക്ക്, എന്നിട്ട് വേണം ഓരോരോ ഡയലോഗുകൾ വന്നിരുന്ന് പറയാനായിട്ട്. ജനങ്ങളാരും ഒട്ടന്മാരൊന്നും അല്ല. ഇപ്പം നിലവിൽ ഇപ്പോൾ ഈ ഹൻസികയുടെ വിഷയം വന്നതിന് ശേഷം എത്ര പേര് ഹൻസികയെ അൺഫോളോ ചെയ്തിട്ടുണ്ട് ഒന്നെടുത്ത് നോക്കിയാൽ മതി. ആർക്കും പേഴ്സണലി യോജിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങളൊക്കെ കാണിക്കുന്ന പ്രവൃത്തിയോട്. അതിന് നിങ്ങളൊക്കെ വന്നിരുന്നിട്ട് എല്ലാവരെയും പുച്ഛിച്ചിട്ടും അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നവരുടെ പേര് കേസ് കൊടുത്തിട്ട് അവരുടെ വായടപ്പിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളാദ്യം സ്വന്തമായിട്ട് നന്നായി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇത് വെറുതെ വന്നിരുന്നിട്ട് എന്താ പറയണ്ടേ, അല്ലെങ്കിൽ പറഞ്ഞു പോയ വാക്കിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയുക, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്, ഞാൻ അമ്മ എന്നുള്ളതിൻ്റെ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്, ഞാൻ സംസാരിച്ചതിൻ്റെ ടോൺ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ ആ ഒരു സംഭവം വിടന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ അതിന് ഓപ്പോസിറ്റായിട്ടാണ് വന്നിരുന്ന് സംസാരിക്കുന്നത്. അതാണ് ദിയ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഫാമിലിയിലുള്ള വേറെ ആരും ഒന്നും പ്രതികരിച്ചിട്ടൊന്നുമില്ല. അവർ പ്രതികരിക്കാനും പോകുന്നില്ല. പ്രതികരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും പറയുന്നത്, ഒരു ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത യൂട്യൂബേഴ്സ് അമ്മാരിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. അവർക്കൊക്കെ പിന്നെ ഭയങ്കര ജോലിയും കൂലിയും ഉണ്ടാകൊണ്ടായിരിക്കും ഇത്ര യൂട്യൂബ് ചാനൽ നിരത്തി പിടിച്ചങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇത്രയുള്ള സംഭവം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും.